വെൽക്കം ബാക്ക് ടു സൺഡേ സെറ്റപ്പ്. ഐ എം രാഗ്. നമ്മൾ ഈ വീക്കിൽ നടന്ന ഫിനാൻഷ്യൽ പരിപാടികൾ, മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിച്ചു, അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് സംസാരിക്കുന്ന നമ്മളുടെ ഒരു സീരീസാണ് ഈ സൺഡേ സെറ്റപ്പ്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് അതിനൊരു എൻഡ് പോയിൻ്റ് എന്താണ് നമ്മളുടെ ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് എല്ലാ കാര്യങ്ങളുടെയും അറ്റത്ത് നമ്മൾ പറയും. സോ ലെറ്റ്സ് ഗോ. We are living in a dangerous and unprecedented moment in American history. This is not a time for wallowing in despair and hiding under the covers. Donald Trump's heavily trailed phone. The leader of China, Xi Jinping. While Vladimir Putin says he... Meanwhile, the French President, Emmanuel Macron. India's Prime Minister, Narendra Modi. Leader in Iran, Ali Khamenei. Senator Lula da Silva. Persons for the Israeli Prime Minister, Benjamin Netanyahu. President Erdogan has accused the opposition. The de facto leader of Syria. Giorgia Meloni, who's set to become Italy's now Canada, will never, ever be part of America. We're fighting for our kids, for future generations. We're fighting for the future of this planet. കഴിഞ്ഞ വീക്കിൽ നമ്മളുടെ ലോകത്തിലെ 20% ഓഫ് ഓയിലും കടന്നു പോകുന്ന സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത ഇറാൻ ഇസ്രയേൽ അമേരിക്കൻ വാറിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് ഈ കാര്യം. അതേപോലെ തന്നെ ഈ വീക്കിൽ വലിയൊരു നേവൽ ടീമിന് അമേരിക്ക ഈ ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അകത്തോട്ടും പുറത്തോട്ടും ഷിപ്പുകൾ വിടൂല എന്നായിരുന്നു അമേരിക്കയുടെ വാണിംഗ്. അതിനകത്തൂടെ ഓൾറെഡി ഇറാൻ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വേറൊരു രീതിയിൽ ഇതിനിപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാന്നുള്ള രീതിയിൽ അമേരിക്ക വരികയാണ് ഈ ഒരു വീക്കിൽ. അങ്ങനെ വെള്ളിയാഴ്ച ഇറാൻ പറയാണ്, ഞങ്ങളിത് ഓപ്പൺ ചെയ്യുകയാണ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ വഴി പോവാം. പെട്ടെന്നായിരുന്നു ഓയിൽ 9% ഡ്രോപ്പ് ചെയ്തത്. അതേപോലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഹൈയിലേക്ക് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് ജമ്പ് ചെയ്യുകയും ചെയ്തു. എല്ലാവരും ഒട്ടുക്കത്തെ സെലിബ്രേഷൻ ആയിരുന്നു. എല്ലാം മാറി സെറ്റപ്പായി എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് നിന്നിരുന്നത്. അപ്പോഴാണ് അമേരിക്കയുടെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്, ബാക്കിയുള്ള രാജ്യങ്ങളുടെ എല്ലാം ഷിപ്പുകൾ ആ വഴിക്ക് പോകാം, പക്ഷേ ഇറാൻ പോർട്ടുകളിലോട്ട് ഒന്നും ഇറാനിലെ ഒരു സാധനങ്ങളും നമ്മൾ അലോ ചെയ്യില്ല, പോകാനും കയറാനും ഒന്നിനും അലോ ചെയ്യില്ല എന്നായിരുന്നു അമേരിക്കയുടെ അനൗൺസ്മെൻറ്റ് വന്നത്. അതുമാത്രമല്ല, ഈ ഒരു 4 ദിവസം കൂടെ കഴിയുമ്പം നമ്മളുടെ ബുധനാഴ്ച ഈ സീസ് ഫയർ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ തന്നെ ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് വരാണ്ട് ഈ ഇറാൻ്റെ ഷിപ്പുകളും പുറത്തേക്ക് വിടൂല, കയറ്റൂല എന്നാണ് അമേരിക്ക പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ ഈ വാറിനും കണ്ടിന്യൂസ് മുന്നോട്ട് പോകുമോ, അതോ ഇത് അവരുടെ ഒരു എഗ്രിമെൻറ്റിൽ ഇത് ഫുള്ള് ഫിനിഷ് ആവുമോ എന്നുള്ളത് നമുക്ക് ബുധനാഴ്ച മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇതിനിപ്പോൾ വീണ്ടും മുന്നോട്ട് തന്നെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും ഓയിൽ തിരിച്ച് ബാക്ക് $100 എത്തും. അതേപോലെ തന്നെ ഇതേപോലുള്ള മാർക്കറ്റ് കണ്ടീഷൻ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അല്ല, ഇവരിത് ഒരു എഗ്രിമെൻറ്റിൽ എത്തിച്ചേരുകയാണെന്നുണ്ടെങ്കിൽ നോർമലാകാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ കുറേ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചെറിയ വാറ് കൊണ്ട് തന്നെ, ചെറിയ വാറല്ല, ഈ ഒരു വാറ് കൊണ്ട് തന്നെ കുറേ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ലെബനാനിൽ കുറേ ആൾക്കാർ മരിച്ചു. സോ ഈ ഒരു വാറിൻ്റെ റിസൾട്ട് വളരെ വലിയ രീതിയിൽ മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. ഈ വാറ് തുടങ്ങാൻ അമേരിക്കയുടെ മെയിൻ കാരണം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇറാനിലെ ന്യൂക്ലിയർ വെപ്പൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന പരിപാടി നിർത്തണം. അതിനൊരു എഗ്രിമെൻ്റ് കൊടുക്കാൻ തയ്യാറല്ല. അങ്ങനൊരു പ്രോജക്റ്റ് ഇറാനിൽ ഓപ്പൺ ആവാൻ അമേരിക്ക സമ്മതിക്കില്ല എന്നായിരുന്നു ഈ ഒരു വാറിൻ്റെ ഒക്കെ മുന്നിൽ ഇവർ പറഞ്ഞിരുന്നത്. സോ വെള്ളിയാഴ്ച ട്രംപ് വന്നിട്ട് പറഞ്ഞത് അമേരിക്കയുടെ ഈ ഒരു മുന്നോട്ട് വെക്കുന്ന ഈ ഒരു കാര്യം, ന്യൂക്ലിയർ വെപ്പൺ പ്രൊഡ്യൂസ് ചെയ്യില്ല എന്നുള്ളത് ഇറാൻ ഓക്കെ പറഞ്ഞു എന്നായിരുന്നു വെള്ളിയാഴ്ച വന്ന് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഇറാൻ ഇത് ഒഫീഷ്യലി സമ്മതിച്ചിട്ടില്ല. ഇറാൻ ന്യൂസുകളിനകത്തൊക്കെ ഇതൊന്നും സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് അവരുടെ റെസ്ട്രിക്ഷൻസ് എല്ലാം എടുത്ത് കളയണം. അതേപോലെ തന്നെ ഇവരുടെ ഷിപ്പുകൾ പോകാനുള്ള അനുവാദങ്ങളും ഇപ്പോൾ അവർക്ക് പെർമനൻ്റ്ലി അവരിലേക്ക് ഒരു അറ്റാക്ക് എത്തൂല എന്നുള്ള രീതിയിൽ ഉറപ്പ് നൽകണമെന്നാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന്. അമേരിക്കയ്ക്ക് ഈ ന്യൂക്ലിയർ വെപ്പൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം ഫിസിക്കലി ഷിപ്പ് ചെയ്ത് ഇറാനിൽ നിന്ന് പുറത്തെടുക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ
എഗ്രിമെൻറ്റ്. പക്ഷേ ആ ഒരു ഗ്യാപ്പ് ഇപ്പോഴും വളരെ ഹ്യൂജാണ്. ഇവർ തമ്മിലുള്ള ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ടേംസിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു കൂൾ ഡൗൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. സോ ഇനി ഇത് മുന്നോട്ട് പോയാൽ തന്നെ വളരെ ബാഡാവും. നമ്മുടെ ഫുള്ള് ലോകമെമ്പാടുമുള്ള എക്കണോമി ഫുള്ള് അലമ്പിലേക്ക് പോകും. ഇതിൻ്റെ ഇടയിലെല്ലാം നമുക്കറിയാം ഇസ്രായേലും ലെബനാനും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുക. ലെബനാനിലെ ഹെസ്ബുള്ള എന്ന് പറയുന്ന ഒരു ടീമിനെതിരെ ഇസ്രായേലിൻ്റെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഇസ്രായേലിൻ്റെ അടി കാരണമാണ് മെയിനായിട്ട് ഇറാൻ രണ്ടാമത് വന്ന് ഈ സീസ് ഫയറിൻ്റെ സമയത്തും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച പോലെ ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് നമ്മൾ അടയ്ക്കും, നമ്മളുടെ അലയനായിട്ടുള്ള ബെസ്റ്റ് അലൈസ് ആയിട്ടുള്ള ഹെസ്ബുള്ള ഇസ്രായേൽ ഹെസ്ബുള്ളയിലുള്ള അറ്റാക്കുകൾ കുറയ്ക്കണം, അറ്റാക്കുകൾ നിർത്തണം പൂർണ്ണമായിട്ട്. എങ്കിൽ മാത്രമേ നമ്മൾ വീണ്ടും ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ആക്കി കൊടുക്കുകയുള്ളൂ എന്നായിരുന്നു ഇറാൻ അന്ന് വന്ന് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചൊവ്വാഴ്ച ട്രംപ് വന്നിട്ട് 10 ദിവസത്തേക്കുള്ള സീസ് ഫയർ ലെബനാനും ഇസ്രായേലും തമ്മിൽ എഗ്രി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഉടനെ തന്നെയുള്ള റിസൾട്ടായിട്ടാണ് ഇറാൻ ഇപ്പം സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി കൊടുത്തേക്കുന്നത്. ഈ ഒരു സീസ് ഫയർ ബ്രേക്ക് ആയാൽ തന്നെ ഇത് വീണ്ടും പ്രശ്നമാവും. ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഒക്കെയാണ്. ഇതെല്ലാം തുടങ്ങി വെച്ച ഇസ്രായേൽ എന്ന് പറയുന്ന ടീമുകൾ ഈ ലെബനാനിൽ വീണ്ടും കയറി ചൊറിയാൻ ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ വീണ്ടും സ്റ്റാർട്ടാവും. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് വീണ്ടും ഇറാൻ അങ്ങ് അടയ്ക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം എല്ലാം കൂടെ ഒരു മിക്സ് കുഴഞ്ഞ രൂപത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ ലാസ്റ്റായിട്ട് ഇപ്പോഴും ഒരു പ്രോപ്പർ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിനൊരു ഇതും വന്നിട്ടില്ലെങ്കിലും എഗ്രിമെൻ്റായിട്ട് ഇത് ജനറേറ്റ് ആയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കൺഫ്യൂഷൻസ് എല്ലാം ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. എല്ലാ സ്പൈക്കുകളും വരുന്ന ഈ പെട്ടെന്നുണ്ടാകുന്ന ന്യൂസുകളിൽ മാത്രമാണ്. ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ തുറക്കുന്നു എന്ന് പറയുന്നു, സീസ് ഫയർ വരുന്നു എന്ന് പറയുന്നു, വീണ്ടും പോയി ആരെങ്കിലും ബോംബിടുന്നു, വീണ്ടും അത് കുതിച്ചു പോകുന്നു. ഇങ്ങനൊരു പെട്ടെന്ന് പല രീതിയിലാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യം. ഇതൊക്കെയാണ് ഇപ്പം ഈ ഇറാന്, ഇസ്രായേൽ, ലെബനാന് തമ്മിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് സിറ്റുവേഷൻ ഇതാണ്. അങ്ങനെ ഇരിക്കെ ചൊവ്വാഴ്ച നമ്മളുടെ അമേരിക്കൻ PPI റിലീസായിട്ടുണ്ട്. അതൊരു വലിയ ഡേറ്റയാണ് മാർക്കറ്റിലെ. എന്താണെന്നുള്ളത് ഞാൻ സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഈ PPI എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു ബേക്കറിയാന്ന് വെച്ചോ, ആ ബേക്കറിയിൽ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഈ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത് ഈ പുറത്തേക്ക് എത്തുന്ന സമയത്ത് എത്ര രൂപ മേളിലേക്ക് പോയിട്ടുണ്ട്, എത്ര രൂപ താഴേക്ക് പോയിട്ടുണ്ടെന്ന് സിംപ്ലി മെഷർ ചെയ്യുന്നൊരു സംഭവമാണ് ഈ PPI എന്ന് പറയുന്നത്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തത് 1.3% ആണ് ഫോർകാസ്റ്റ് ചെയ്തത്. അത്രയും മേളിലേക്ക് പോകുമെന്നായിരുന്നു. പക്ഷെ വന്നത് 0.5% ആണ്. വളരെ കുറവാണ് വന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിൽ. അത് ഡോളറിനെ വീക്കൻ ചെയ്തു, സ്റ്റോക്ക് മാർക്കറ്റ് പറന്നു മേളേക്ക്. അതായിരുന്നു ഒരു PPIയുടെ റിസൾട്ട് വന്നത്. പക്ഷേ ഫാക്ടറി പ്രൈസ് ഒരു ഇയറിൽ വെച്ച് നോക്കുമ്പോൾ 4% ആണ്. അത് സ്റ്റില്ല് ഹൈ ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകം എങ്ങനെ പോകുന്നുണ്ട് എന്നുള്ള ഇയറിൽ ഒരു ഡേറ്റ ഇവർ പുറത്തുവിടും. ആ ഒരു ഡേറ്റയും കഴിഞ്ഞ വീക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ബിഫോർ വാറിന് മുന്നേ നല്ല രീതിയിലായിരുന്നു എക്കണോമി എല്ലായിടവും വർക്കായിക്കൊണ്ടിരുന്നത്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. വാർ തുടങ്ങിയതിന് ശേഷം വളരെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായി എന്നാണ് അവർ പറഞ്ഞത്. അവർ ഫോർകാസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് അവർ പിന്നീട് മാറ്റി. ഈ വാറിൻ്റെ ബേസിൽ ഇനി ഈ വാർ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിസഷനിലേക്ക് നമ്മൾ വീഴാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. വേൾഡ് മൊത്തം അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള അടിയിലുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 40 വർഷത്തിൽ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് അനുഭവിക്കുന്ന റിസഷൻ 4 വട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സോ അത്രയ്ക്ക് ബിഗ് ഇമ്പാക്റ്റ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുത്തു. അതേപോലെ തന്നെ ചൊവ്വാഴ്ച GDP ബ്രിട്ടൻ്റേത് വന്നിട്ടുണ്ടായിരുന്നു. സിംപ്ലി GDP എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം എത്ര റിട്ടേൺ ഒരു മാസത്തിലുണ്ടാക്കി എന്നുള്ളതാണ് ഈ GDP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രിട്ടനിൽ നല്ലൊരു ചേഞ്ചാണ് ഫെബ്രുവരി മാസത്തിൽ വന്നത്. 0.5% അപ്പാണ്, മേളിലേക്ക് ഗ്രോ ചെയ്തിട്ടുണ്ട്.
അത് വരുന്നത് കഴിഞ്ഞ 2-3 വർഷത്തിന് ശേഷമാണ്. സോ ഈ ഒരു റിട്ടേൺ എന്ന് പറയുന്നത് 5 times ബിഗറാണ് കഴിഞ്ഞ ഒരു 2 yearsൽ ബ്രിട്ടനിലുണ്ടായത്. പക്ഷേ ഈ ഒരു കാൽക്കുലേഷൻ വന്നേക്കുന്നത് ഫെബ്രുവരിയുടെ അവസാനത്തിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടായി ഇറാൻ്റെ. അപ്പം ഈ ഒരു ഇറാൻ്റെയും US-ൻ്റെയും വാറ് സ്റ്റാർട്ട് ചെയ്തത് February 28 സംതിങ്ങിനാണ്. അപ്പം തന്നെ ഈ ഒരു ഗ്രോത്ത് ഇതിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. കാരണം കഴിഞ്ഞ് സംഭവിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് അതിലും വലിയ കോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് റിഫ്ലക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാർക്കറ്റ് റെഡി അല്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റുന്നത്. പിന്നീട് പറയാനുള്ള ഈ വീക്കിലെ ഒരു ഗുഡ് ന്യൂസാണ്. TSMC എന്ന് പറയുന്നൊരു ചിപ്പ് കമ്പനി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 58% പ്രോഫിറ്റാണ് ഈ ഒരു മന്തിൽ ഉണ്ടാക്കിയേക്കുന്നത്, ഈ ഒരു ഇയറിൽ ഉണ്ടാക്കിയേക്കുന്നത്. സോ അത് വളരെ വലിയൊരു ബൂമിംഗ് ആണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ടെക്നോളജി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ടെക് കമ്പനീസ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു മുന്നോട്ട് ഈ ഒരു സിറ്റുവേഷനിലും. അപ്പോൾ തന്നെ നല്ലൊരു ഗ്രോത്ത് കഴിഞ്ഞ 12 വീക്സായിട്ട് 2009 ശേഷം കഴിഞ്ഞ 12 വീക്സായിട്ട് ടെക് കമ്പനീസ് എല്ലാം ബുള്ളിഷിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതൊക്കെ നല്ലൊരു സ്ട്രെങ്ത് നമുക്ക് ആ ഒരു സെക്ടറിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു പോസിറ്റീവ് മാർക്കറ്റ് മീൻസ് റിസ്ക് ഓൺ സിനറിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് റിസ്ക് ഓൺ റിസ്ക് ഓഫ് എന്നുള്ളത്. സോ നിങ്ങൾ ജസ്റ്റ് പോയി അതൊന്ന് വാച്ച് ചെയ്ത് നോക്കുക. അപ്പം ഇതായിരുന്നു കഴിഞ്ഞ വീക്കിൽ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയാനുള്ളത്. സോ നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ ഈ ഇറാൻ്റെയും ഈ US-ൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എനിക്ക് കിട്ടിയ ലേറ്റസ്റ്റ് ന്യൂസിൽ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു അറിവ്, ഞാനത് കൺഫേം ചെയ്തിട്ടില്ല, വീണ്ടും സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഇറാൻ ക്ലോസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞേക്കുന്നു. എനിക്കറിയില്ല, ഞാൻ ഡേറ്റ എനിക്കിപ്പോൾ കിട്ടിയ ഒരു ഇൻഫർമേഷൻ. സോ ഞാൻ ഇതുവരെയുള്ളതാണ് കറക്റ്റ് ഡേറ്റ ആയിട്ട് പ്രോപ്പറായിട്ട് എടുത്തേക്കുന്നത്. നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയങ്ങളിൽ വരുന്ന ന്യൂസുകളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഈ വീക്കിൽ. ഞാനത് ശനിയാഴ്ചയാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ നോക്കുക. ഈ വരുന്ന ബുധനാഴ്ചയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സീസ് ഫയറിൻ്റെ. സോ ഔട്ട്കം വരുന്നത് 3 ഔട്ട്കമായിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. വാറൊക്കെ എൻഡ് ചെയ്യാണ്, ഒരു അഗ്രിമെൻറ്റിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ ഡ്രോപ്പ് ചെയ്യും, ഡോളർ വീക്കനാവും, GBP/USD EUR/USD ഒക്കെ മേലേക്ക് പോകും. ഇപ്പോൾ സീസ് ഫയർ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്, മാർക്കറ്റ് ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഒരു 80-85 ഓയിലിൻ്റെ പ്രൈസൊക്കെ ഇങ്ങനെ നിന്ന് കളിക്കും, ആ ഒരു രീതി തന്നെ മുന്നോട്ട് പോകും. ഔട്ട്കം 3 എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാകുന്ന ബോംബ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ സെറ്റപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ, അങ്ങനെയൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഓയിലിൻ്റെ പ്രൈസ് സ്പൈക്ക് ചെയ്ത് 100ലേക്ക് എത്തുന്നു, വീണ്ടും മാർക്കറ്റ് വല്ലാണ്ടൊക്കെ ആക്ട് ചെയ്യാൻ പോകുന്നു. ഈ പരിപാടികളൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ സൺഡേയിൽ വരുന്ന ന്യൂസും കാര്യങ്ങളും ഒക്കെ നോക്കുക. സൺഡേയിൽ ഓൾറെഡി കഴിഞ്ഞ് സൺഡേയിൽ വീഡിയോ ഇടുമ്പം സൺഡേ കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഉള്ള ന്യൂസുകളൊക്കെ നോക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്കിൽ സീസ് ഫയറിൻ്റെ പരിപാടികൾ എന്താവും എന്നുള്ളതും നിങ്ങൾ വാച്ച് ചെയ്യുക നെക്സ്റ്റ് വീക്കിലിരിക്കുന്ന സമയം. അതേപോലെ April 21 US റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. അമേരിക്കൻസ് ഹൗ മച്ച് മണി സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് വരുന്ന ഡേറ്റ. ഷോപ്പിൽ, റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ പീപ്പിൾ നല്ലപോലെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോളർ സ്ട്രോങ് ആവുന്നു. സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഡോളർ വീക്കൻ ആവുന്നു. ഇതാണ് അതിൻ്റെ റീറ്റെയിൽ സെയിൽസ് നിങ്ങൾ നോക്കേണ്ടത്. 22 UK CPI ഉണ്ട്. CPI മെഷർ ചെയ്യുന്നത് ഹൗ മച്ച് എക്സ്പെൻസീവ് ആണ് കാര്യങ്ങളൊക്കെ ബ്രിട്ടനിലുള്ളത് എന്നാണ് UKയുടെ CPI റിസൾട്ടിലൂടെ വരുന്നത്. UK പ്രൈസ് 3% ആയിരുന്നു ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്നത്. എക്സ്പെക്റ്റിംഗ് ടു കം വീണ്ടും സ്ട്രോങ്ങർ ആവാനാണ് ഈ ഓയിലിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ സാഹചര്യത്തിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഹയർ ദാൻ എക്സ്പെക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ GBP/USD ഒക്കെ മേലേക്ക് പോകും. ലോവർ ദാൻ എക്സ്പെക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ പൗണ്ട് വീക്കനാവും, GBP/USD ഒക്കെ താഴേക്ക് വരും. അപ്പം ബുധനാഴ്ച അത് നിങ്ങൾ മോർണിംഗ് ചെക്ക് ചെയ്തിട്ടിരിക്കുക പരിപാടികളൊക്കെ. ഓക്കെ. അതേപോലെ തന്നെ April 28-29 സമയങ്ങളിൽ ഫെഡറൽ റിസർവിൻ്റെയും അതുപോലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും മീറ്റിംഗ് ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ കുറിച്ച് അവിടെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഡിസിഷൻ ഈ ഒരു വാർ ബേസ്ഡ് ആയിട്ട് എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. April 28-29 ഫെഡറൽ റിസർവിൻ്റേത് വരുന്നത്. അതുപോലെ 30 നമ്മുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റേത് വരുന്നത്. ഓക്കെ. സോ നമ്മളെല്ലാ ഒരു എഡ്യൂക്കേഷണൽ സാധനം ഈ വീഡിയോയുടെ അറ്റത്തിടാറുണ്ട് സൺഡേ സെറ്റപ്പിനകത്ത്.
സോ എന്താണ് റിസഷൻ എന്നുള്ളത് നിങ്ങൾ അറിയായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് അറിയാത്തവർക്ക് കാണുന്നവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഈ ഒരു വീക്കിൽ നിങ്ങൾ ഒരുപാട് ന്യൂസിനകത്ത് റിസഷൻ എന്ന് കേട്ടിട്ടുണ്ടാകും. കാരണം എന്താണ്, നമ്മുടെ മോണിറ്ററി ഫണ്ട്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഈ റിസഷനെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു, വരാൻ സാധ്യതയുണ്ട് ലോകമെമ്പാടും എന്നുള്ളതിനെ കുറിച്ച്. സോ അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. ഇപ്പം ഇങ്ങനെ ചിന്തിക്കാം, നിങ്ങൾക്കൊരു സമൂഹത്തിനെ എന്താണ് ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ ഫുൾ ബിസി, ആൾക്കാരുടെ തിരക്ക്, എന്താണ് ഷെഫ് ബിസി, അതേപോലെ തന്നെ ഈ ഹോട്ടലിൻ്റെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ പുതിയ എന്താണ് ആൾക്കാരെ എടുക്കുന്നു പണിക്കാരായിട്ട്, എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. ഓക്കെ, അപ്പം നല്ല രീതിയിലാണ് വർക്കാവുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം സാധനങ്ങൾക്കെല്ലാം വില കൂടുകയാണെന്ന് വെച്ചാൽ അപ്പം എന്ത് പറ്റും, നമ്മളുടെ ഈ ഹോട്ടലിലേക്ക് ആൾക്കാരെ ഹയർ ചെയ്യാതെ ആവുന്നു, ആൾക്കാർ ലെസ് കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു, എല്ലാത്തിനും ഭയങ്കര വിലക്കയറ്റം. ഈ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഒരു റിസഷൻ ഹിറ്റായി തുടങ്ങുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസത്തിൽ കൂടുതൽ വരികയാണെങ്കിൽ നമ്മളതിനെ ഒഫീഷ്യലി ഒരു റിസഷനായിട്ട് കണക്കാക്കും. ഗ്ലോബലി എല്ലാ രാജ്യങ്ങളിലും ഒരുമിച്ച് റിസഷൻ വരുന്നത് 4 വട്ടമാണ് 40 വർഷത്തിൽ. ലാസ്റ്റായിട്ട് നമുക്കറിയാം എന്നാണ് അത് ഉണ്ടായെന്നുള്ളത്. കോവിഡ് സമയത്താണ് 2020. ഈ വാറ് കണ്ടിന്യൂസ് പോവുകയാണെങ്കിൽ ഈ രാജ്യങ്ങളിലെ എല്ലാ ഓയിലിൻ്റെ പ്രൈസ് മുന്നോട്ട് വീണ്ടും വലിയ രീതിയിലേക്ക് വരും. അപ്പം ഈ റിസഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ വീണ്ടും കേൾക്കേണ്ടി വരും. അതാണ് IMF കഴിഞ്ഞ വീക്കിലെ ഇവരുടെ ഇയർലി അവർ പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റയിൽ പറഞ്ഞത്. സോ ഈ ഒരു വാറെ മെയിൻലി ഇത് ഫോക്കസ് ചെയ്തിട്ടാണോ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നത്. അമേരിക്ക രാജ്യം ഒരു ഡിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണോ, അവരുടെ സ്ലോ ഡൗണിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണോ എന്നൊന്നും നമുക്കറിയില്ല. സോ അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതിനെക്കുറിച്ച്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സോ നമ്മളൊക്കെ ഒരു ബെസ്റ്റ് അവർക്ക് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണല്ലോ. ഇപ്പം നല്ല കടത്തിലും കാര്യങ്ങളിലും ഉള്ളവരൊക്കെ ഡീപ്പായിട്ട് ആ കടത്തിലും കാര്യങ്ങളിലേക്ക് പോകും. അതൊക്കെയാണെങ്കിലും സംഭവിക്കാൻ പോകുന്ന ഈ ഒരു കാര്യം മുന്നോട്ട് പോവുകയാണെങ്കിലെന്നുണ്ടെങ്കിൽ. സോ ഇതൊക്കെയാണ് ഈ ഒരു വീക്കിൽ നടന്ന മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. സോ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ പറഞ്ഞ പോലുള്ള ഈ കാര്യങ്ങളൊക്കെ നോക്കുക. അതേപോലെ ഈ ന്യൂസുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോഴും ഇതിനൊരു തീരുമാനമായിട്ടില്ല. ഇപ്പം ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ആക്കി എല്ലാ വെസലുകളും പോയി തുടങ്ങിയാൽ തന്നെ ഓൾറെഡി നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അതിൻ്റെ ഇമ്പാക്റ്റ് പെയ്യാണ് ഇനി നാടുകളിൽ ഉണ്ടായി വരുന്നത്. സോ ഓൾറെഡി അതെല്ലാം നടന്നു കഴിഞ്ഞു. ഇനി ഇന്ന് തുടങ്ങുന്ന ഇപ്പം വെസലുകൾ വിടാൻ തുടങ്ങിയതിൻ്റെ ഇമ്പാക്റ്റ് പെയ്യേ മാർക്കറ്റിൽ വരുള്ളൂ. ഇതെല്ലാം കൊണ്ട് ചെന്ന് ഡിസ്ട്രിബ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഇതെല്ലാം ഗ്രോത്തായി വരണമെങ്കിൽ. സോ ഓൾറെഡി ഈ ഒരു ബ്ലോക്കേജിലൂടെ ബ്ലോക്കേഡിലൂടെ എല്ലാ കാര്യങ്ങളും സംഭവിച്ചു. സോ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ വീണ്ടും വളരെ ഡേഞ്ചറിലേക്ക് പോകും. അതാണ് പ്രശ്നം. സോ മാർക്കറ്റിൽ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോഴൊക്കെ റിസ്ക് കുറച്ച് ട്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവാണെന്നുണ്ടെങ്കിൽ വെറുതെ ലോസിലേക്ക് പോവാതിരിക്കുക. സോ എല്ലാവർക്കും ഈ ഒരു അവസ്ഥയൊക്കെ തന്നെയാണ്. ഓക്കെ, അല്ലാണ്ട് നിങ്ങളിപ്പം ഞാൻ ഈ വീക്കിൽ എനിക്കിപ്പം 8 SL-ഉം 4 TP-യും ആണ്. ഞാൻ 1:2-ലാണ് ഇപ്പം പോകുന്നത്. 3-ലേക്ക് സ്പൈക്ക് ആവാനുള്ള മൂമെൻറ്റ് വരുന്നുണ്ടെങ്കിലും എൻ്റെ സിസ്റ്റം അനുസരിച്ച് വരുന്നില്ല. സോ എൻ്റേത് 2-ലും 3-ലും വർക്കാവും. സോ 1:2-ലായിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ എൻ്റെ ഹയർ ടൈം ഫ്രെയിം സിസ്റ്റങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ ലോ ടൈം ഫ്രെയിം സിസ്റ്റങ്ങളിൽ നിന്ന് ജസ്റ്റ് മാറി നിൽക്കുകയാണ്, ഭയങ്കര കൺസൾട്ടേഷൻ അടികളും കാരണം കൊണ്ട്. സോ അങ്ങനെയാണ് ഞാൻ എൻ്റെ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. സോ ബ്രേക്ക് ഈവൻ സെറ്റപ്പിലാണ് ഈ വീക്ക് പോയത്. ഓൾറെഡി ആ ഒരു കഴിഞ്ഞ വീക്ക് എനിക്കൊരു 2% ആയിരുന്നു. അതിങ്ങനെ മാറിയും കയറിയൊക്കെ ഇരിക്കും. ഞാനപ്പം ഇപ്പം റിസ്ക് ചവിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞു 1-2 മാസം ഞാൻ പോയി നോക്കും എന്നുള്ള രീതിയിൽ. സോ ഇപ്പം ഞാൻ റിസ്ക് ഡൗൺ ചെയ്യാനുള്ള പരിപാടികളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മേ ബി ഈ ഒരു റിസ്ക് ഈ ഒരു മാസം ഇവരെല്ലാവരും നോർമലി പോവുകയാണെങ്കിൽ എനിക്കിപ്പോഴേ ഈ ഒരു വീക്ക് നൈസ് മാർക്കറ്റാക്കി തുടങ്ങിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഡേയ്സിൽ വീണ്ടും ടൈറ്റായി. അതുപോലെ തന്നെ ഇത് വീണ്ടും ക്ലോസ് ചെയ്യുന്നു ഇപ്പോൾ ഒരു ന്യൂസ് ഞാൻ കേട്ടു. അതൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഭയങ്കര ബാഡായിട്ട് പോകും മാർക്കറ്റ്. പക്ഷേ നമുക്ക് ഒരു ഗുഡ് കാലത്തിന് വേണ്ടിയിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാമെന്നല്ലാണ്ട് നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നെക്സ്റ്റ് സൺഡേ നമ്മുടെ പുതിയ സൺഡേ സെറ്റപ്പുമായിട്ട് കാണാം. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ സേഫ്.